ഇവിടെ കമ്മലിൽ ഫറാഗ മിമ്മ ബൈനൽ കൗസൈൻ അല്ലെ, ബ്രാക്കറ്റിന് ഉത്തരം എടുത്ത് ഇതിന്റെ സാധനം കാണും അല്ലെ. നോക്കിക്കോ സിമ്പിൾ ആണ്. നിങ്ങൾ തന്നെ പറയണം ലുഖിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹു അല്ലെ. അസ്മാ റളിയല്ലാഹു അൻഹു എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് അല്ലെ. എന്ത് പേരില? സിദ്ദീഖ് എന്ന പേരിൽ ആരാണ് അറിയപ്പെടുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെ. പിന്നെയോ ദിന്നുറൈൻ, അതുമല്ല, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നെയോ ദാത്തുൻ നിതാഖൈൻ, ദാത്തുൻ നിതാഖൈൻ, അതാണ് നമ്മുടെ ഉത്തരം അല്ലെ. ദാത്തുൻ നിതാഖൈൻ എന്ന പേരിലാണ് അസ്മാ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് അല്ലെ. ഇനി അടുത്ത് ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വസ്വാഹിബുഹു, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെ താമസിക്കുന്നത്? ഫിൽ ഗാരി, ഗുഹയിൽ താമസിക്കുന്നത് ഡേഷ് അയ്യാമിന്. എത്രയാണ് ആ വാക്ക് നമ്മൾ മനസ്സിൽ ഓർത്ത് നോക്കിയ? എത്രയാണ്? സലാസ് അയ്യാം എന്നാണോ, സലാസത്ത് അയ്യാം എന്നാണോ, സാലിസത്ത് അയ്യാം എന്നാണോ, സാലിസ് അയ്യാം എന്നാണോ? ശരിക്കും മനസ്സിൽ ഓർത്ത് നോക്കിയേ. സലാസത്ത് അയ്യാം എന്നാൽ മനസ്സിൽ ഉദിച്ചു വരും അല്ലെ. സലാസത്ത് അയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നോക്കിയേ, ഇതുപോലെ തന്നെ നമ്മുടെ കമ്മിൽ ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റിൽ കാണുന്നതിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ രണ്ട് ബ്രാക്കറ്റിലും കാണുന്നതിന് നമ്മൾ ഇവിടെ രണ്ടിടത്തും എഴുതുകയാണ് വേണ്ടത് അല്ലെ. നോക്കിയേ, ഒന്നാമത് ആര് പറയുന്നതാണ്? ഒന്നാമത് ആര് പറയുന്നത്? നമ്മുടെ കാലൽ ജബലുൽ സഹൽ അല്ലെ, മലഞ്ചെരുവിനോട് പറയാണ് എന്താ? അന അക്മറു മിൻക യാ സഹൽ, ഞാൻ നിന്നേക്കാൾ ഏറ്റവും വലുതാണെന്ന് ആര് പറയും? മല പറയും അല്ലെ. അപ്പൊ സഹൽ പറയാണ് അന വാസിയ, എന്താ വരിക? അന പറഞ്ഞേ, അന വാസിയ എന്താ വരേണ്ടത്? അന ഔസഉ അല്ലെ. അന ഔസഉ മിൻക യാ ജബൽ, ഞാൻ നിന്നേക്കാളും വിശാലമുള്ളതാണ് അല്ലെ. പിന്നെയോ ഇപ്പൊ കാലൽ കിതാറുൽ ഹാഫില, തീവണ്ടി ട്രെയിനോട് പറയാണ് എന്ത്? ത്വവീൽ എന്നാണ് നമ്മൾ ഉൾപ്പെടുന്നത്. എന്താ വരണ്ടേ? പറഞ്ഞേ എന്താ വരേണ്ടത്? അന അത്വലു മിൻക യാ അല്ലെ, അത്വലു മിൻക യാ ഹാഫില, ബസ്സേ നിന്നേക്കാളൊക്കെ നീളമുള്ള ആളാണ് ആര്? ഞാൻ. ആര് പറയും? നമ്മുടെ ട്രെയിന് ആരോട് പറയാണ്? ബസ്സിനോട് പറയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സിമ്പിൾ അല്ലേ? മറ്റൊരു ചോദ്യം നോക്കൂ. ഫുആദ് വലദുൻ ഫഖീറുൻ യംശി തഹ്ത ഹർരി ശംസ് അല്ലേ, ചൂടിന്റെ തണലിൽ ഫുആദ് ഇങ്ങനെ നടക്കുകയാണ്. വഹുവ യബിയുൽ അഖിയാസ ഫി സൂഖിൽ മദീന, മദീനയിലെ അങ്ങാടിയിൽ അവൻ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നത്. അലാ വജിഹി, അവന്റെ മുഖത്തോ ബസ്മത്തുൻ ലാ തുഫാരിഖുഹു, വിട്ടുപിരിയാത്ത പുഞ്ചിരി, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കച്ചവടം നടക്കാൻ അല്ലെ, പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. വയൽഹറു മിൻ തഫാഉലിഹി അന്നഹു മസ്റൂൻ ജിദ്ദൻ ബിഹാലിഹി, അവന്റെ സ്വഭാവം മനസ്സിലാകുന്നത് അവൻ വളരെ സന്തോഷിച്ചിരിക്കാന്ന് അല്ലേ. നോക്ക്, മാദാ യബിഉ ഫുആദ്, നോക്കണേ, മാദാ യബിഉ ഫുആദ് അല്ലേ, അൽ അഖിയാസ്. എന്താണ് യബിഉ ഫുആദ്? അൽ അഖിയാസ്. സിമ്പിൾ അല്ലേ? അടുത്ത് കൈഫ തഅരിഫു അന്ന ഫുആദ മസ്റൂറൻ, എങ്ങനെയാണ് നിനക്ക് ഫുആദ് സന്തോഷമുള്ളവനാണെന്ന് മനസ്സിലാകുന്നത്? പറഞ്ഞ എങ്ങനെയാണ്? ബസ് അലാ വജിഹിഹി, അവന്റെ മുഖത്തുണ്ട് ബസ്മത്തുൻ ലാ തുഫാരിഖുഹു, വിട്ടുപിരിയാത്ത പുഞ്ചിരി ഉണ്ട് അല്ലെ. മൻ യബിഉൽ അഖിയാസ ഫി സൂഖ്, ആരാണ് അങ്ങാടിയിൽ സഞ്ചി വിൽക്കുന്നത്? ആരാണ്? ഫുആദ് അല്ലെ. ഫുആദ്, സിമ്പിൾ. ഓക്കെ അല്ലേ? ഫുആദ്. മറ്റൊരു നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു പാറ്റേൺ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഏത് പാറ്റേൺ വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം അല്ലെ. മറ്റൊരു പാറ്റേൺ നോക്കിക്കോ. ഇഖ്റഇൽ ഫിഖ്റ അത്താലിയ വഅഇദ് സലാസത അസ്ഇലത മിൻഹാ മുസ്തഖ്ദിമ അല്ലെ. അടിയിൽ 4 ചോദ്യത്തിന്റെ ഒരു രീതി കാണാം. ഒന്ന് മാദാ, എന്താണ്, മൻ ആരാണ്, ലിമ എന്തിനു വേണ്ടിയിട്ടാണ്, മത എപ്പോഴാണ് അല്ലെ. 4 കണ്ടല്ലോ. ഇനി നോക്കിക്കോ, ഒരു പാരഗ്രാഫ് നോക്കിക്കോളെ. കൈലാസ് സത്യാർത്ഥി ഹിന്ദിയുൻ, അത് ഇന്ത്യക്കാരനാണ്. ഹസല അല ജായിദ് നോബൽ ഇസ്ലാം, സമാധാനത്തിലുള്ള നോബൽ ലഭിച്ചു അല്ലെ അദ്ദേഹത്തിന്. വിളിത കൈലാസ് സത്യാർത്ഥി, അദ്ദേഹം ജനിച്ചപ്പോഴാണ്? സനത്ത് 1954 അല്ലെ. അമില അലി ഇംഗാദിൽ അത്ഫാലിൽ അമാൽ അല്ലെ, ബാലവേലയിൽ നിന്നും വിദ്യാർത്ഥികൾ അദ്ദേഹം സംരക്ഷിച്ചു. വക്കാൽ, അദ്ദേഹം പറഞ്ഞു, ഉഖദ്ദിമു ഹാദ തക്രീം ലികുല്ലി ദിഫ്രിൻ യഈശു ഫീ ബിലാദിൽ ഹിന്ദ് അല്ലെ, ഞാൻ എനിക്ക് കിട്ടിയ ഈ ബഹുമതി ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും, വിദ്യാർത്ഥികളെ എല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഞാൻ സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയും. ആ വിഷയത്തിൽ, ആ ഒരു ചെറിയ പാരഗ്രാഫിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു 4 ചോദ്യങ്ങളാണ് ഇപ്പൊ ഉണ്ടാക്കേണ്ടത് അല്ലെ. നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ സലാസത്ത് 3 പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് 4 വെച്ച് അങ്ങ് ഉണ്ടാക്കാം. നോക്കാം, മാത അല്ലെ, മാത വെച്ച്, മാത എന്ന് ആദ്യം നമുക്ക് അർത്ഥം നോക്കിയാലോ.
അടുത്ത് നോക്കാം. മാതാ എന്താണ് അല്ലെ, മൻ ആരാണ്, ലിമ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ. മാതാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അല്ലെ, നമ്മൾ എന്തൊക്കെ എന്താണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് ഈ ചോദ്യം എന്ത് ചെയ്യുക, എന്താണ് ആയിരിക്കും നമ്മുടെ കൈലാസ് സത്യാർത്ഥിക്ക് ലഭിച്ചത് അല്ലെ, എന്താണ് നോബൽ പ്രൈസ്, സിമ്പിൾ അല്ലേ. അപ്പൊ അതിന്റെ അറബി എങ്ങനെ പറയാം, മാതാ ഹസല കൈലാസ് സത്യാർത്ഥി അല്ലെ. മാതാ ഹസല കൈലാസ് സത്യാർത്ഥി എന്താണ്, നോക്കിക്കോ എല്ലാവരും എഴുതിക്കോ. മാതാ ഹസല കൈലാഷ് സത്യാർത്ഥി അല്ലെ. മാതാ ഹസല കൈലാഷ് സത്യാർത്ഥി അല്ലെ. എന്താണ് കൈലാഷ് സത്യാർത്ഥിക്ക് ലഭിച്ചതെന്ന് എഴുതി കൂടെ. രണ്ടാമത്തെ ചോദ്യം എന്താ, മൻ അല്ലെ, മൻ ആരാണ് കൈലാഷ് സത്യാർത്ഥി അല്ലെ, ആരാണ് കൈലാഷ് സത്യാർത്ഥി എന്ന് ചോദിക്കുക. രണ്ടാം ചോദ്യമായിട്ട്. മൂന്നാമത്തെ എന്ത് ചെയ്താ നമുക്ക്, മൂന്നാമത്തെ എന്ത് ചെയ്താ, ലിമ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ. ലിമാ യഅമലു കൈലാസ് സത്യാർത്ഥി അല്ലെ. അമില ലിംഗാദിൽ അത്ഫാലി മിനൽ അമാല എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം ബാലവേലയിൽ നിന്നും വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. അപ്പൊ ലിമാ യഅമലു കൈലാഷ് സത്യാർത്ഥി എന്ന് പറയാം അല്ലെ. ഓക്കെ. പിന്നെയോ അവസാനം മത്ത അല്ലെ. മത്ത ഉലിദ കൈലാസ് സത്യാർത്ഥി എപ്പോഴാണ് ജനിച്ചത്, 1954 കൈലാസ് സത്യാർത്ഥി ജനിച്ചത് അല്ലെ. അപ്പൊ മത്ത ഉലിദ കൈലാഷ് സത്യാർത്ഥി എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ. ഓക്കെ. താഴെ കുറച്ച് നോക്കണേ, അടിയിൽ കുറച്ച് സിഫത്തുകൾ, കുറച്ച് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊരു മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന ചില വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ നമ്മൾ എന്താക്കണം, മയ്യിസ് നമ്മൾ പറയണം, വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറയണം. എന്തിനെ, അൽ ഔസാഫ സ്വാലിഹ വൽ ഫാസിദ് അല്ലെ. നല്ല വിശേഷങ്ങളെയും മോശമായ വിശേഷണങ്ങളെയും നമ്മളോട് വേർതിരിച്ചെടുക്കാൻ പറയാം അല്ലെ. നോക്കിയേ, അൽ ഔസാഫ സ്വാലിഹ, നമ്മൾ എന്ത് ചെയ്യുക, അൽ ഔസാഫ സ്വാലിഹ എന്ന് ഒരു ബോക്സ് ഉണ്ടാക്കുക. മറ്റൊരു ബോക്സിൽ അൽ ഔസാഫ സ്വാലിഹ അൽ ഔസാഫ് അൽ ഫാസിദ എന്ന് പ്രത്യേക 2 ബോക്സ് ഉണ്ടാക്കുക അല്ലെ. നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ ഓരോന്നും എടുത്ത് എഴുതണ്ട, നമുക്ക് നമ്പർ ഇടാം. 1 2 3 4 5 6 അല്ലെ. ഏതാണ് ഏതിൽ പെടുന്നതാണ് നമുക്ക് എഴുതി കൂടെ. നോക്കിക്കോ, അൽ ഔസാഫ സ്വാലിഹ അൽ ഔസാഫൽ ഫാസിദ അല്ലെ, അങ്ങനെയല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. അൽ ഐഷ ഫീ ളിൽ ശരീഅ, ശരീഅത്തിന്റെ തണലിൽ ജീവിക്കുക എന്നുള്ളത്. ശരീഅത്ത് എന്താണെന്ന് വെച്ചാൽ ശരിയായ മതകൽപ്പനകൾ അനുസരിച്ച്. ശരീഅത്ത് എന്താ, നമ്മൾ ശരീഅത്തുൽ ഇസ്ലാം എന്നൊക്കെ പറയൂലേ, അപ്പൊ മതത്തിന്റെ കൽപ്പനകൾ അല്ലെ. ഇത് ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമാണെന്ന് വെച്ചിട്ട് തന്നെ, ഹലാൽ അനുവദനീയമാണെന്ന് അനുവദനീയമായിട്ട് തന്നെ നിസ്കാരങ്ങളെ കൃത്യമായി നിസ്കരിച്ച്, അതാണ് ശരീഅത്തിന്റെ തണലിൽ ജീവിക്കുക എന്നുള്ളത്. എന്തിലാണ് വിടുക, അൽ ഔസാഫു സ്വാലിഹ അല്ലെ. അപ്പൊ 1 ഇതിലാണ് വിടുക. ഓക്കെ അല്ലേ. ഓക്കെ. രണ്ടാമത്തെ അൽ കദിബു ഫിൽ അക്വാൽ അല്ലെ, സംസാരങ്ങളിൽ ഇങ്ങനെ കളവ് മാത്രം പറയാം അല്ലെ. അൽ കദിബു ഫിൽ അക്വാൽ അതെന്തിലാണ് വരിക, കളവ് എന്തിലാണ് വിടുക, 2 ഇതിലല്ലേ വരിക. അൽ ഔസാഫുൽ ഫാസിദ മോശമായ വിശേഷണങ്ങൾ അല്ലെ. അടുത്തതോ എന്താ, തർക്കുൽ ഖബായിസ് അല്ലെ, മോശത്തരങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് അല്ലെ. തർക്കുൽ ഖബായിസ് അതെന്തിനാ വരിക, മോശത്തരങ്ങൾ ഒഴിവാക്കുന്ന എന്തിനാ വരിക, നല്ല സ്വഭാവമാണ് അല്ലെ. മോശത്തരങ്ങൾ ഒഴിവാക്കല് എന്തിനാ വരിക, അൽ ഔസാഫ സ്വാലിഹ അല്ലെ. ഓക്കെ അല്ലേ. അടുത്ത സബ്ബുൽ വാലിദൈൻ, മാതാപിതാക്കളെ ചീത്ത പറയാ, ഇത്ര മോശം അല്ലെ. അൽ ഔസാഫൽ ഫാസിദ മോശമായ സ്വഭാവമാണ് അല്ലെ. ഇസ്യാനു സൗജ് അല്ലെ, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുക അല്ലെ. അതെന്തിനാ വരിക, ഭാര്യ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കൽ എന്തിനാ വരിക, മോശമായ സ്വഭാവം അല്ലേ. അവസാനത്തോ അൽ വഅയ് അൻ ഹുഖൂഖിൽ ഉസ്റ അല്ലെ, കുടുംബത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് ബോധമുള്ളവരാകുക. അതും എന്തിലാ വരിക, ഔസാഫ സ്വാലിഹ അല്ലെ. നോക്കിയേ, ഇപ്പൊ ഔസാഫ സ്വാലിഹയിൽ വരുന്നത് 1 അൽ ഐഷു ഫീ ളിൽ ശരിയ, ശരീഅത്തിന്റെ തണലിൽ ജീവിക്കുക എന്ന് പറയുന്നത് അല്ലെ. രണ്ടെന്താ വരിക, 2 പിന്നെ വരുന്നത് മൂന്നാമത് എന്താണ്, തർക്കുൽ ഖബായിസ് തെറ്റുകൾ ഒഴിവാക്കുക അല്ലെ. പിന്നെയോ 6ാമത് അൽ വഅയ് അൻ ഹുഖൂഖിൽ ഉസ്റ, കുടുംബത്തിലെ ബാധ്യതകളും അവകാശങ്ങളൊക്കെ അറിയാന്നുള്ളത് അല്ലെ. ഇനി മോശമായ സ്വഭാവത്തിൽ എന്താ വരിക, ഒന്ന് വരുന്നത് രണ്ടാമത്തെ ഏതാണ്, അൽ കദിബു ഫിൽ അക്വാൽ, സംസാരിച്ച ബടായി പറയാ, കളവ് പറയാ അല്ലെ, തെറ്റാണ്. പിന്നെ 4ാമത്തത് എന്താണ്, സബ്ബുൽ വാലിദൈൻ, മാതാപിതാക്കളെ ചീത്ത പറയാ. പിന്നെ അഞ്ചാമത്തെ എന്താണ്, ഇസ്യാനു സൗജ്, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുക അല്ലെ. ഓക്കെ അല്ലേ. ഓക്കെ. ഇവിടെ ഒരു ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ആ ബോക്സിൽ എഴുതിയാൽ മതി. നമ്മൾ വെറുതെ ഇവിടെ ബോക്സ് ഒക്കെ വരച്ച്, ഏതായാലും നമ്മൾ എഴുതിയല്ലോ അല്ലേ. ഓക്കെ.
ഇതുപോലെ അല്ലെ ഇസ്തിമാറാൽ ഒലവിയ അല്ലെ ഒരാളുടെ ബയോഡാറ്റയെ കുറിച്ച് ചോദിക്കാനുള്ളത് നോക്കിയേ ഇങ്ങനെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് ഇതിൽ കൊടുത്താൽ അല്ലെ ഇതിനെ പൂർത്തിയാക്കാൻ അത് ആദ്യം നമ്മൾ ഈ ഭാഗം പഠിച്ചു നോക്കുക എന്തൊക്കെയാണ് ഇസ്മുൽ കാമിൽ അല്ലെ എന്താ പറഞ്ഞേ ഇസ്മുൽ കാമിൽ പൂർണ്ണനാമം അൽ ഉംറു അല്ലെ അൽ ഉംറു ആയുസത്തിന് അവന്റെ ആയുസല്ല വയസ്സത്തിന് അല്ലെ അസ്വഫ് ക്ലാസ് ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് ഇസ്മുൽ വാലിദ് ഉമ്മയുടെ പേര് റഖ്മു തിൽഫോൺ അല്ലെ ഫോൺ നമ്പർ അല്ലെ നോക്കിയേ ഇസ്മുൽ വാലിദ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഇസ്മുൽ കാമിൽ എന്താണ് കണ്ടുപിടിച്ചേ റാഷിദ ബിൻത് അബ്ദുള്ള അല്ലെ എന്താണ് റാഷിദ ബിൻത് അബ്ദുള്ള ആണ് ഇസ്മുൽ കാമിൽ അല്ലെ ഇനി ഉംറത്തിനാണ് ഇതിൽ പറഞ്ഞ ഉംറുഹ 12 അല്ലെ ഇസ്ന അശറ സനത്തിൻ അല്ലെ 12 സനത്തിൻ ഓക്കെ അല്ലേ അസ്വഫ് ക്ലാസ് എവിടെയാണ് പഠിക്കുന്നത് ക്ലാസ് എത്രയല്ല ഫിൽ മദ്രസത്തി സാനവിയ അല്ലെ അല്ല ഫിസ്വഫി സാമിൻ 8ാം ക്ലാസ്സിൽ തന്നെയാണ് നിങ്ങളെ പോലെ 8ാം ക്ലാസ്സിൽ അല്ലേ അസ്വഫി സാമിൻ ഇസ്മുൽ വാലിദ് ഉമ്മയുടെ പേര് അല്ല സോറി ഉപ്പയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ വാലിദുഹ മുദരിസുൻ അല്ലേ മിസാലിൻ ഫിൽ മദ്രസ സാനവിയ ഉമ്മുഹ ഖദീജ ഉമ്മയുടെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷെ നമുക്ക് എന്താക്കാം സോറി ഉപ്പയുടെ പേര് ഇവിടെ ഉണ്ട് അബ്ദുള്ള ബിന്തു റാഷിദ ബിന്തു അബ്ദുള്ള അല്ലേ അബ്ദുള്ളയുടെ മകളല്ലേ റാഷിദ ഉപ്പയുടെ പേര് അബ്ദുള്ള ഉമ്മയുടെ പേരോ ഉപ്പയുടെ പേര് അബ്ദുള്ള ഉമ്മയുടെ പേര് ഇവിടെ ഉണ്ട് ഖദീജ അല്ലെ ഖദീജ ഉമ്മയുടെ പേര് ഇനി ടെലിഫോൺ നമ്പർ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും എവിടെയും പോകില്ല ടെലിഫോൺ നമ്പർ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ 94 എന്നോ എന്നിട്ട് സ്റ്റാർ ആയിട്ട് ഫുള്ള് സ്റ്റാർ ആയിട്ടും കൊടുക്കുക അല്ലേ ഓക്കെ അല്ലേ ഓക്കെ ഇനി നമ്മുടെ അറബിക് ഗ്രാമറുമായി ബന്ധപ്പെട്ട് 2019 എക്സാം ചോദിച്ചതാണ് നോട്ട് ചെയ്തേ അറബിക് ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കി യാസിറ എന്നുള്ളതിനെ മാജിദിന്റെ സ്ഥാനത്ത് നമ്മൾ യാസിറയെ കൊണ്ടുവരണം മാജിദിന്റെ സ്ഥാനത്ത് യാസിറ അതായത് ഇപ്പൊ ആണ് വരുന്നിടത്ത് പെണ്ണ് വരുമ്പോ അവിടെ നമ്മുടെ വാക്കുകളിലൊക്കെ ചില മാറ്റങ്ങൾ വരും അല്ലെ നമുക്ക് നോക്കാം എന്തൊക്കെയാ വരിക നമ്മൾ മുഴുവനായിട്ട് ഇവിടെ എഴുതാം നോക്കിക്കോ മാജിദ് എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കണം യാസിറ നോക്കണം അല്ലെ യാസിറ എന്താണ് ത്വാലിബ് എന്നുള്ളിടത്ത് ത്വാലിബത്വൻ യാസിറ ത്വാലിബത്വൻ നശീതത്വൻ അല്ലേ അയ്യവാ യാസിറ ത്വാലിബത്തുൻ നശീതത്തുൻ മാജിദ് ത്വാലിബുൻ നശീദൻ എന്ന് പറഞ്ഞതുപോലെ യാസിറ ത്വാലിബത്തുൻ നശീതത്തുൻ അല്ലേ ഓക്കെ അടുത്തതോ ബൈത്തുഹു എന്നാണ് അല്ലെ ആ ഹു എന്നുള്ളിടത്ത് നമ്മൾ ഹ എന്ന് പറഞ്ഞ അല്ലെ ഒരു പെണ്ണായില്ലേ അപ്പം ബൈത്തുഹ എവിടെയാണ് ഫിൽ കറിയ ഓക്കെ ആണല്ലോ ഓക്കെ പിന്നെയോ ഉംറുഹു എന്നുള്ളിടത്ത് നമ്മൾ മാറ്റം വരുത്തണം ഉംറുഹ അല്ലെ ഉംറുഹു എന്ന് പറഞ്ഞാൽ അവനാണ് ഉംറുഹ അവളുടെ വയസ്സ് 14 അല്ലെ എത്രയാണ് അവളുടെ വയസ്സ് 14 വയസ്സ് നമ്മൾ മാറ്റണ്ടല്ലോ 14 ആമൻ അല്ലെ പിന്നെയോ യദ്ഹബു അവൻ പോകുന്നു നേരത്തെ നമ്മളെ ആര് മാജിദ് പോകുന്നത് അവള് പോകുന്നു എന്നാകണം അല്ലെ എന്താകേണ്ടത് തദ്ഹബു അവൾ അറക്കുന്നു അല്ല തദ്ബഹു എന്നാകുമ്പോ അവൾ അറക്കുന്നു അല്ലെ തദ്ഹബു അവൾ പോകുന്നു ഇലൽ മദ്രസയിലേക്ക് അവൾ പോകുന്നു അല്ലെ മദ്രസയിലേക്ക് അവൾ പോകുന്നു മാഷിയൻ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മാഷിയത്തൻ അല്ലെ നടന്നിട്ടാണ് അവൾ പോകുന്നത് അല്ലെ ഓക്കെ ഇനി ഇവിടെ ചില വഫീഖ് ബൈനൽ അമൂദൈൻ 2 ബോക്സുകൾ തമ്മിൽ പരസ്പരം യോജിപ്പിക്കേണ്ട ചില ഭാഗങ്ങൾ കൊടുത്ത് കാണാലോ എന്തൊക്കെയാണ് നോക്കിയേ ഇവിടെ നൂറുൻ ഐഷത്തുൻ മുനീറത്തുൻ ഇതിൽ ഏതാ വരിക നോക്കിയേ നൂറ് എന്നുള്ളത് വെറും പ്രകാശമാണ് അപ്പൊ അതിന് വരിക ലിയാ അല്ലെ ഐഷത്ത് എന്ന് വെച്ചാൽ ജീവിതം ഹയാത്ത് അല്ലെ മുനീറത്തെ പ്രകാശിപ്പിക്കുന്നത് മുളിഅത്ത് എത്ര സിമ്പിളാ അല്ലെ ഇനി നമ്മുടെ പദസൂര്യൻ അല്ലെ നമ്മുടെ സ്ത്രീ ആരാണ് മർഅത്ത് ആരാണ് എന്നുള്ളൊരു പദസൂര്യൻ നമുക്ക് കാണാലോ ഇപ്പൊ 5ഓളം അല്ലെ നമുക്ക് എത്ര നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരിക ഒന്ന് ഉമ്മയാണ് അല്ലെ ഇവിടെ ഉമ്മ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ പിന്നെ നമുക്ക് എന്താക്കാം ബിന്ത് എന്ന് കൊടുക്കാം അല്ലെ പിന്നെയോ ഉഖ്ത് സഹോദരി എന്ന് കൊടുക്കാം അല്ലെ പിന്നെയോ ഖാലത്ത് അമ്മായി എന്ന് കൊടുക്കാം അല്ലെ അമ്മത്ത് അത് എളാമ്മ എന്ന് കൊടുക്കാം അല്ലെ പിന്നെയോ ജദ്ദത്ത് അല്ലെ പിന്നെയോ മറന്നു വരുന്നത് സൗജത്ത് ഓക്കെ ആണല്ലോ അല്ലെ അപ്പൊ ഒരുപാട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തത് മുഴുവൻ ഒന്ന് റിവിഷൻ ചെയ്ത് ജസ്റ്റ് നോക്കുക നമ്മുടെ വീഡിയോസ് ഒന്നുകൂടി വേണമെങ്കിൽ കാണുക
കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്കാണ്. കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഇതോടെ നമ്മൾ ക്ലാസ് നിർത്താണ്. അപ്പോൾ മുഴുവൻ നമ്മൾ ക്ലാസ് അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് വിശകലനം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പൂർണ്ണ വിജയം, പൂർണ്ണ മാർക്ക് തന്നെ ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.